എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിലെ അന്തരാർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1. ഓർമ്മ എന്നതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന അനംനേസിസ് എന്ന ഗ്രീക്ക് പദം അർത്ഥമാക്കുന്നത് കഴിഞ്ഞ കാല സംഭവങ്ങളുടെ ഓർമ്മിക്കലല്ല, പിന്നെയോ ആ സംഭവങ്ങൾ അന്നെന്ന പോലെ ഇന്നിവിടെ സന്നിഹിതമാകുന്നു എന്നാണ്. അതായത് പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിലൂടെ പൂർത്തീകരിച്ച രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ ഈ ദിവ്യ കൂദാശ വഴി അന്നെന്ന പോലെ ഇന്നിവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയും വിശ്വാസികൾക്ക് സംലഭ്യമാക്കുകയും ചെയ്യുകയാണ്. ഇതുവഴി ഇന്നും എക്കാലത്തുമുള്ള ജനതയ്ക്ക് ക്രിസ്തു സംഭവത്തിൽ അന്നെന്ന പോലെ ഇന്നിവിടെ ഉൾച്ചേരുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. 2. പരിശുദ്ധ കുർബാനയാകുന്ന പുതിയ ഉടമ്പടി കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്, അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനല്ല. മാത്രമല്ല, കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് അന്ത്യ അത്താഴത്തിന് ശേഷമാണ്. ഇതിൽ നിന്ന് ക്രിസ്തു സംഭവത്തിൻ്റെ അഥവാ നമ്മുടെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ മുഴുവൻ അനുസ്മരണമാണ് പരിശുദ്ധ കുർബാനയെന്ന് വ്യക്തം. ഇത് പ്രൊട്ടസ്റ്റൻ്റുകാർ പറയുന്നത് പോലെ കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മയല്ല. പ്രൊട്ടസ്റ്റൻ്റുകാരുടെ കർത്തൃമേശയും തിരുവത്താഴവും പെന്തക്കോസ്തരുടെ സ്വർഗീയ വിരുന്നും പോലെയല്ല വിശുദ്ധ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ കുർബാന. അവർ കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മയാചരണമാണ് നടത്തുന്നത്. അപ്പവും വീഞ്ഞും അവർ ഭക്ഷിക്കുന്നത് അന്ത്യ അത്താഴ വിരുന്നിൻ്റെ ഭോജനമായിട്ടാണ്, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ടല്ല. അവർക്ക് ശുശ്രൂഷ പൗരോഹിത്യത്തിനുള്ള അപ്പസ്തോലിക അധികാരവും കൈവെപ്പുമില്ലാത്തതുകൊണ്ട് കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള പൗരോഹിത്യ അധികാരമില്ല. 3. നിങ്ങളിത് അനുഷ്ഠിക്കുവിനെന്നല്ല, ഇത് ചെയ്യുവിനെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. അതിനാൽ പുതിയ ഉടമ്പടിയുടെ അനുസ്മരണമായ പരിശുദ്ധ കുർബാന കേവലം ഒരു അനുഷ്ഠാനമല്ല, കൃതജ്ഞതയുടെയും സ്നേഹസമർപ്പണത്തിൻ്റേതുമായ ഒരു പ്രവൃത്തിയാണ്. തിരുസഭയുടെയും ക്രിസ്തു ശിഷ്യരുടെയും ഏറ്റവും പ്രധാനമായ ധർമ്മവുമാണിത്. കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റിയതെല്ലാം കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ക്രിസ്തു ശിഷ്യരും നിർവഹിക്കണം. അവിടുന്ന് ദൈവത്തിനും ദൈവജനത്തിനുമായി തന്നെ സമർപ്പിച്ചതുപോലെ ക്രിസ്തു ശിഷ്യരും തങ്ങളെ തന്നെ സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. 4. നമ്മുടെ കർത്താവ് അന്ത്യ അത്താഴ വേളയിൽ തന്നോടൊപ്പമുണ്ടായിരുന്ന അപ്പസ്തോലന്മാരോടാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്തത്. ഇതുവഴി കർത്താവ് എന്നേക്കുമായി ചെയ്ത ഈ ദിവ്യ കർമ്മം പരികർമ്മം ചെയ്യാൻ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായുള്ള അധികാരവും കടമയും തൻ്റെ അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ് ചെയ്തത്. ഈ 4 കാര്യങ്ങളും ധ്യാന വിഷയമാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കർത്താവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.